കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. 11-9 അവിടെ ചെറിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. 11-9 പിന്നെ NDA ഒന്നും കൂടെ നമുക്ക് 20 മണ്ഡലങ്ങളെ ഉള്ളൂ. നമുക്ക് 20 മണ്ഡലങ്ങളെ ഉള്ളൂ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ലീഡ് ഉയർത്തുന്നു എം മുകേഷ് 114 വോട്ടുകൾക്ക് മുന്നിൽ. 80, 32, അതൊക്കെയാണ്. 40 ഒക്കെ വന്നിരുന്നു. ഇപ്പൊ അത് 114 ആയിട്ടുണ്ട്. മുകേഷ് അണ്ണൻ അതെ, മുകേഷ് അണ്ണൻ 112. നീ വെറുതെ നുണ പറയരുത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ശൈലജ ടീച്ചർ ലീഡ് ചെയ്യുന്നു വടകരയിൽ. ഷാഫി പറമ്പിൽ നേരത്തെ 515 വോട്ടുകൾക്ക് മുന്നിലായിരുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചർ ആദ്യമായി ലീഡ് എടുക്കുന്നു. എന്തോന്ന് ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകൾ. പത്തനംതിട്ടയിൽ ഡോക്ടർ ഐസക് ലീഡ് ഉയർത്തുന്നു 120. 1-2-0. അതെ, 120 വോട്ടുകൾ. UDF നേടിയ മേൽക്കൈ മെല്ലെ LDF പിടിച്ചിരിക്കുന്നു. 11-9 അവിടെ ചെറിയ പ്രശ്നം വരുന്നുണ്ടല്ലോ. 11-9 പിന്നെ NDA ഒന്നും കൂടെ നമുക്ക് 20 മണ്ഡലങ്ങളെ ഉള്ളൂ. ആദ്യം തന്റെ ഈ പരന്നിറങ്ങണ ബുദ്ധിയൊക്കെ ഒന്ന് തലയിലേക്ക് കയറട്ടെ. ഇങ്ങിട്ട് കുച്ചാര ഇങ്ങിട്ട് കുച്ചാര മാറി അല്ല, പിന്നെ വിഷയമുണ്ട്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ. നന്നായി. ഇത് പറ്റില്ല ഏട്ടാ. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ കണ്ണൂരിൽ LDF 9 വോട്ടുകൾക്ക് മുന്നിൽ. കണ്ണൂരിൽ LDF 9 വോട്ടുകൾക്ക് മുന്നിലാണ്. ചിങ്ങലിൽ ലീഡ് തിരിച്ചു പിടിക്കുന്നു വി ജോയ് 73 വോട്ടുകൾ. എൻജോയ്. മാവേലിക്കര 14 വോട്ടുകൾക്ക് മുന്നിൽ. മാവേലിക്കരയിൽ അരുൺകുമാർ LDF 14 വോട്ടുകൾക്ക് ആദ്യഘട്ടത്തിൽ മുന്നിൽ. ഒരു കമന്റ് വന്നിട്ടുണ്ട്. 2019 പോലൊരു വിജയം തിരുവനന്തപുരത്തുണ്ടാകും. ഭൂരിപക്ഷം എത്രയെന്ന് പറയുന്നില്ല. ദേശീയ തലത്തിലെ എക്സിറ്റ് പോളുകൾ അദ്ദേഹത്തിന് അതിശയം തോന്നി. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ഒന്നാമത്തെ വാചകം കണ്ടോ? വീഴ്ചയോ കുറവോ ഉണ്ടെങ്കിൽ മാറ്റം വേണം. ആരുടെ കാര്യമാണോ? അത് നമുക്ക് പിന്നെ നോക്കാം. കാര്യമാണോ അതോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ കാര്യമാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. പോരായ്മകളെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ പറഞ്ഞു വെക്കുന്ന എന്തിനാണോ? കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതുമില്ല. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ